പുതുവർഷം വരവേൽക്കുന്നത് പുതിയ തലമുറയെ കൂടിയാണ്. 2025 ജനുവരി 1 മുതൽ ജനസംഖ്യയുടെ അടുത്ത തലമുറയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഒരു പുതിയ തലമുറയുഗത്തിൻ്റെ തുടക്കം കുറിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയാണ് ഉപയോഗിക്കുന്നത്. ആൽഫയ്ക്ക് ശേഷം 2025 മുതൽ 2039 വരെയുള്ള കുട്ടികളെ ജനറേഷൻ ബീറ്റ അഥവാ ജെൻ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. 2035ഓടെ ലോക ജനസംഖ്യയുടെ 16% ജനറേഷൻ ബീറ്റയിൽ ഉൾപ്പെടുന്നവരായിരിക്കുമെന്ന് സാമൂഹിക ഗവേഷകനായ മാർക്ക് മക്രൻഡിൽ പറയുന്നു. 22ാം നൂറ്റാണ്ടിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും ജനറേഷൻ ബീറ്റ. 2010നും 2024നും ഇടയിൽ ജനിച്ച തലമുറ ജനറേഷൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ പിൻഗാമികളായാണ് ജനറേഷൻ ബീറ്റ എത്തുന്നത്. ഡിജിറ്റൽ ലോകത്തിലേക്കാണ് ജനറേഷൻ ബീറ്റ ജനിച്ചു വീഴുന്നത്. ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും. AI, വെർച്വൽ റിയാലിറ്റി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബീറ്റയ്ക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. ദൈനംദിന ജീവിതത്തിലും വിദ്യാഭ്യാസ രംഗത്തും ജോലിസ്ഥലത്തും ആരോഗ്യ സംരക്ഷണത്തിനും വിനോദത്തിനും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും AI ഓട്ടോമേഷൻ പൂർണ്ണമായി ഉപയോഗപ്രദമാക്കുന്ന തലമുറയും ജനറേഷൻ ബീറ്റയായിരിക്കും. സാമൂഹ്യനീതി, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു തലമുറ കൂടിയായിരിക്കും ഇവർ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള ജനസംഖ്യാ വ്യതിയാനം, ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം മുതലായ പ്രശ്നങ്ങളെയും ഇവർക്ക് അതിജീവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ 21ാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബീറ്റയുടേതാണ്.